എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 39ാമത്തെ സർഗത്തിൽ 9 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ട് സഗരൻ അതിനായിട്ട് തയ്യാറെടുത്തു. നല്ലൊരു ഭൂഭാഗത്തിൽ പോയിട്ട് യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ആ സമയത്ത് യാഗാശ്വത്തെ ഇന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോയി, ഒരു രാക്ഷസന്റെ രൂപം ധരിച്ചു വന്നിട്ട് എന്ന്. അതോടുകൂടിയിട്ട് യാഗം മുടങ്ങുമല്ലോ. അധികം യാഗം ചെയ്യണത് ഇന്ദ്രന് ഇഷ്ടമല്ല. ആര് യാഗം ചെയ്താലും അത് എങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാൻ നോക്കും. അങ്ങനെ സഗരൻ്റെ യാഗം മുടക്കിയത് ഈ കുതിരയെ കട്ടുകൊണ്ട് പോയിട്ടാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. 8ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു വരിയുടെ അർത്ഥം കൂടി ചേർത്തുകൊണ്ട് വേണം നമുക്ക് പറയാൻ. ഹ്രീയമാണേ തുകാകുത്സ്ഥ തസ്മിന്നശ്വേ മഹാത്മന ഉപാധ്യായഗണാ സർവേ യജമാനമഥാബ്രുവൻ അയം പർവണി വേഗേന യജ്ഞീയാശ്വോപനീയതേ. ഹേ കാകുത്സ്ഥ, വിശ്വാമിത്രൻ പറയാണ്, അല്ലയോ ശ്രീരാമചന്ദ്ര, തസ്മിൻ അശ്വേ ഹ്രീയമാണേതു മഹാത്മനഃ, ആ മഹാത്മാവായിട്ടുള്ള സഗരൻ്റെ ആ കുതിര, തസ്മിൻ അശ്വേ ഹ്രീയമാണേ സതിസപ്തമി, ആ കുതിര അപഹരിക്കപ്പെട്ടപ്പോൾ സർവേ ഉപാധ്യായഗണാഹ യജമാനം അബ്രുവൻ, എല്ലാ ആചാര്യന്മാരും യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സന്നദ്ധരായിരിക്കുന്ന എല്ലാ ഋത്വിക്കുകളും എല്ലാവരും വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം, യജമാനൻ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവൻ, യാഗം ചെയ്യുന്നത് രാജാവാണല്ലോ സഗരനോട് ഇപ്രകാരം അബ്രുവൻ പറഞ്ഞു. അനന്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അയം പർവണി വേഗേന യജ്ഞീയാശ്വോപനീയതേ. അയം പർവണി, അതായത് ഈ ഒരു പർവ്വത്തിൽ തന്നെ, പർവ്വം എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷം, ആ സമയത്ത് തന്നെ വളരെ വേഗത്തിൽ യജ്ഞീയാശ്വത്തെ കൊണ്ടുവരണം എന്നാണ് ഈ ഉപാധ്യായന്മാർ എല്ലാവരും കൂടി ചേർന്ന് രാജാവിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ യാഗം മുടങ്ങിപ്പോവും, യാഗഛിദ്രം വരും, യജ്ഞഛിദ്രം വരും. അതുണ്ടാകാതിരിക്കാൻ കാണാതെ പോയ കുതിരയെ ഈ വെളുത്തമാവാവുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയാണ് 10ാമത്തെ ശ്ലോകം. ഹർത്താരം ജഹികാകുത്സ്ഥ ഹയശ്ചൈവോപനീയതാം യജ്ഞഛിദ്രം ഭവത്യേതത് സർവേഷാമശിവായ നഃ. ഹർത്താരം ജഹി, അല്ലയോ കാകുത്സ്ഥ, അല്ലയോ ശ്രീരാമ, ആ ആചാര്യന്മാരെല്ലാവരും ഇവരോട്, സഗരനോടും മക്കളോടും ഒക്കെ ആയിട്ട് പറയാണ്, ഹർത്താരം ജഹി, അപഹർത്താവിനെ, ആരാണോ മോഷ്ടിച്ചു കൊണ്ടുപോയത് അവനെ തോൽപ്പിച്ച്, അവനെ കൊന്ന് എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. എങ്ങനെയായാലും എന്തു ചെയ്യണം? ഹയഹ ഉപനീയതാം, കുതിരയെ എത്ര വേഗം കൊണ്ടുവരപ്പെട്ടാലും, അതാണ് ഹയഹ ഉപനീയതാം, എത്രയും വേഗം കുതിരയെ കൊണ്ടുവരണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തുവരും? യജ്ഞഛിദ്രം ഭവത്യേതത്, ഇവിടെ ഒരു യജ്ഞഛിദ്രം, അതായത് വേണ്ടതുപോലെ നല്ല ഭംഗിയായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച യാഗം മുറിഞ്ഞു പോവുക, അതിന് മുടക്കം വരിക, അതൊരു ദോഷമാണ്. സർവേഷാം നഹ അശിവായ, ഇത് നമുക്ക് എല്ലാവർക്കും അമംഗളകരമായിട്ട് ഭവിക്കുകയും ചെയ്യും. നന്നായിട്ട് നടക്കേണ്ട യാഗം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് വേഗം തന്നെ, എത്രയും വേഗം ആ കട്ടുകൊണ്ടുപോയ കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. യജ്ഞഛിദ്രം ഉണ്ടാകരുത്, മുടക്കുണ്ടാവരുത്, അത് മുറിഞ്ഞു പോവരുത്, വേഗം തന്നെ കൊണ്ടുവരാൻ പറയാണ്. തത്തഥാ ക്രിയതാം രാജൻ യജ്ഞോച്ഛിദ്രകൃതോ ഭവേത് സോപാധ്യായവച ശ്രുത്വാ തസ്മിൻ സദസി പാർത്ഥിവ ഷഷ്ടിം പുത്രസഹസ്രാണി വാക്യമേതദുവാചഃ ഗതിം പുത്രാ ന പശ്യാമി രക്ഷസാം പുരുഷർഷഭാ. അതുകൊണ്ട് ഈ ഉപാധ്യായന്മാർ പറയാണ്, തഥാ ക്രിയതാം, അതുകൊണ്ട് വേഗം തന്നെ ആവട്ടെ, അപ്രകാരമൊക്കെ ചെയ്താലും. അല്ലയോ മഹാരാജാവേ, യജ്ഞഃ അച്ഛിദ്രഃ കൃതഃ ഭവേത്, യജ്ഞം ഛിദ്രമാകാതെ, മുറിഞ്ഞു പോകാതെ, വിഘ്നം വരാതെ മുമ്പാക്കം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമല്ലോ. അതിനു വേണ്ടിയിട്ട് വേഗം തന്നെ കുതിരയെ കണ്ടെത്തി കൊണ്ടുവരൂ എന്ന്. അങ്ങനെയുള്ള സോപാധ്യായ വചശ്രുത്വ, ആ ഉപാധ്യായന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്, തസ്മിൻ സദസി, ആ സദസ്സിൽ വെച്ച് പാർത്ഥിവൻ, മഹാരാജാവായിട്ടുള്ള സഗരൻ എന്താ ചെയ്തത്? ഷഷ്ടിം പുത്രസഹസ്രാണി ഏതത് വാക്യം ഉവാച. തൻ്റെ 60,000 മക്കളുണ്ടല്ലോ, വീരശൂരന്മാരായിട്ടുള്ള 60,000 പുത്രന്മാർ,
അവരോടായിട്ട് ഇപ്രകാരം സഗര മഹാരാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗതിം പുത്രാന പശ്യാമി രക്ഷസാം പുരുഷർഷഭാ. അല്ലയോ പുരുഷോത്തമന്മാരെ, അല്ലയോ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ, രാക്ഷസന്മാരുടെ വഴി നമുക്ക് മനസ്സിലായില്ല. രാക്ഷസന്മാർ വന്നിട്ട് ഇങ്ങനെ കുതിരയെ കട്ടുകൊണ്ട് പോകുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഒരു രാക്ഷസനാണ് വന്ന് കട്ടുകൊണ്ട് പോയതെന്ന് വിചാരിച്ചപ്പോൾ ദേവനാണെന്നോ അല്ലെങ്കിൽ ദേവന്മാരാരെങ്കിലും ആണെന്നോ ദേവേന്ദ്രനാണോ എന്നൊന്നും ആരും വിചാരിക്കില്ലല്ലോ. ഒരു രാക്ഷസനാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അതന്നെയായിരുന്നു ദേവേന്ദ്രൻ്റെ ആഗ്രഹം. അതായത് രാക്ഷസന്മാരാണ് ഈ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യണത് എന്നുള്ള പേര് അവർക്കും അതിൻ്റെ ഗുണം ദേവേന്ദ്രനും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഈ രാക്ഷസന്മാരുടെ ഇങ്ങനത്തെ കുബുദ്ധികൾ, ചീത്ത മാർഗങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് സഗരൻ. എന്നിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് കുതിരയെ കണ്ടുപിടിക്കാൻ മക്കളെ ഏർപ്പാടാക്കുകയാണ്. നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. മന്ത്രഭൂതൈർ മഹാഭാഗൈരാസ്ഥിതോ ഹി മഹാക്രതു തദ്ഗച്ഛത വിജിന്വധ്വം പുത്രകാ ഭദ്രമസ്തുവ. എത്ര ഭംഗിയായിട്ട് ആരംഭിച്ചതാണ് നമ്മുടെ യാഗം. മഹാക്രതു, വലിയ യാഗമാണ്. മന്ത്രഭൂതൈഹി മഹാഭാഗൈഹി, മന്ത്രങ്ങളാൽ വളരെ വിശുദ്ധന്മാരായ വിശുദ്ധഗാത്രന്മാരായിട്ടുള്ള മഹാഭാഗൈഹി, ഉപാധ്യായന്മാരാൽ ആചാര്യന്മാരാൽ യാതൊരു കുറവുമില്ലാത്തവരായ ഋത്വിക്കുകളാൽ ആരംഭിച്ചതായ നമ്മുടെ ഈ മഹാക്രതു ഉണ്ടല്ലോ, ആസ്ഥിതഹാഹി മഹാക്രതുഹു, വളരെ ഭംഗിയായിട്ട് ആരംഭിച്ചതാണ്. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ മുറിഞ്ഞു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തദ് ഗച്ഛത, നിങ്ങളെല്ലാവരും പോയി അന്വേഷിക്കിൻ. യൂയം ഗച്ഛത, നിങ്ങളെല്ലാവരും പോയിട്ട് കണ്ടുപിടിക്കണം, കുതിരയെ കണ്ടുപിടിക്കണം. വിചിന്വധ്വം, വിചിന്വധ്വം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. സർവത്ര ഭൂമിയിൽ എല്ലാ ദിക്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പുത്രകാഹ ഭദ്രമസ്തുവ, അല്ലയോ പുത്രന്മാരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. നമ്മുടെ യാഗം വളരെ ഭംഗിയായിട്ട് നടക്കണം, മുറിഞ്ഞു പോവരുത്, വിഘ്നങ്ങൾ ഉണ്ടാവരുത്. അതിൻ്റെ ദോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് കുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരൂ എന്ന് സഗരൻ തൻ്റെ 60,000 പുത്രന്മാരോട് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഭൂമിയുടെ കാര്യമൊക്കെ പറയാണ്, എങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെയാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സമുദ്രമാലിനീം സർവാം പൃഥിവീം അനുഗച്ഛത ഏകൈകം യോജനം പുത്ര വിസ്തരാമഭിഗച്ഛത. സമുദ്രമാലിനീം സർവാം പൃഥിവീം, ഈ ഭൂമിയുടെ ഒരറ്റം എന്ന് പറയുന്നത് സമുദ്രമാണ്. ആ സമുദ്രം എത്തണത് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ അന്വേഷിക്കണം, ഒരിടവും വിട്ടുപോകരുത്. അനുഗച്ഛത, അതായത് ഒരാൾ പോയി അതിൻ്റെ പിന്നാലെ അടുത്ത ആൾ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് ചെകഞ്ഞ് തൻ്റെ കുതിര എവിടെയാണ് നിൽക്കണത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരണം. സമുദ്രമാണ്, ആഴിയാണ് ഈ ഭൂമിയുടെ അതിര്. അത് എത്തുന്നത് വരെ, അല്ലെ മാലയോ അലങ്കാരമായിട്ട് കിടക്കുന്നത്, ഭൂമിയുടെ ഒരു അലങ്കാരമായിട്ട് കിടക്കുന്നത് സമുദ്രമാണ്. അപ്പോൾ സമുദ്രപര്യന്തമുള്ള ഭൂവിഭാഗത്തിൽ എല്ലാ ദിക്കിലും അന്വേഷിച്ചിട്ട് കുതിരയെയും കൊണ്ടുവരൂ. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഓരോരുത്തരും ഓരോ യോജന അന്വേഷിക്കണം. അതാണ് ഏകൈകം യോജനം പുത്ര വിസ്താരം അഭിഗച്ഛത. ഓരോ യോജനയിൽ, അത് വെറുതെ ഒരു നേർക്ക് നേരെയുള്ള വരയിൽ പോവുമല്ല, അതിൻ്റെ ചുറ്റുപാടും അന്വേഷിച്ചിട്ട് ചുറ്റും കറങ്ങി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് വേഗം തന്നെ കൊണ്ടുവരണം. വിസ്താരം അഭിഗച്ഛത, വിസ്തരിച്ച് അന്വേഷിച്ച് നോക്കിയിട്ട് വേഗം ആ കുതിരയെ കൊണ്ടുവരൂ. യാവത്തുരകസന്ദർശസ്താവത് ഖനതമേദിനീം തമേവ ഹയഹർത്താരം മാർഗമാണാമമാജ്ഞയാ. ഭൂമിയിലെ ചുറ്റുപാട് അന്വേഷിച്ചാൽ മാത്രം പോരാ, ഭൂമിയുടെ അടിയിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്, അങ്ങടെ എങ്ങടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവിടെയൊക്കെ തുരന്ന് അന്വേഷിക്കണം. അതാണ് യാവത് തുരക സന്ദർശസ്താവത് ഖനത മേദിനിയും. എങ്ങനെ പോയാലാണോ ഈ കുതിരയെ കണ്ടുപിടിക്കാൻ പറ്റുക, അതിനു വേണ്ടിയിട്ട് ഭൂമി തുരന്നായാലും പോണം. അതാണ് താവത് മേദിനിയും ഖനത. എത്ര താഴേക്ക് പോയാലും അവിടെ പോയിട്ടായാലും കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഭൂമി കുഴിച്ചാലും വേണ്ടില്ല. അങ്ങനെ ഖനനം ചെയ്തിട്ടായാലും തുരകത്തെ കണ്ടുപിടിച്ചു കൊള്ളുക. എന്നിട്ട് തമേവ ഹയഹർത്താരം മാർഗമാണ മമാജ്ഞയാ തം ഹയഹർത്താരം മാർഗമാണാഹ മേദിനിയും ഖനത. എൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ആരാണോ കുതിരയെ കട്ടുകൊണ്ടുപോയത് അയാളെ അന്വേഷിക്കുകയും വേണം, കുതിരയെ കണ്ടെത്തുകയും വേണം. അപ്പോൾ അതിനായിട്ടുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ എന്ന് മക്കളോട്, 60,000 മക്കളോട് സഗരൻ പറയാണ്. 16ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
ദീക്ഷിതഃ പൗത്രസഹിതഃ സോപാധ്യായഗണസ്ത്വഹം ഇഹ സ്ഥാസ്യാമി ഭദ്രം വോ യാവത്തുരഗദർശനം. ഞാനിവിടെ നിങ്ങളെയും കാത്തുകൊണ്ടിരിക്കും കുതിരയെ കൊണ്ടുവരണത് വരെ. ദീക്ഷിത എന്ന് പറഞ്ഞാൽ യാഗത്തിനായിട്ട് വ്രതമെടുത്തവൻ, അങ്ങനെയുള്ള ഞാൻ. പൗത്രസഹിത, എൻ്റെ പൗത്രനോട് കൂടിയിട്ടാണല്ലോ. അംശുമാൻ പൗത്രനാണ്, അസമഞ്ജൻ പുത്രൻ അംശുമാൻ പൗത്രനാണ്. അപ്പോൾ പൗത്രനോട് കൂടിയിട്ട് സോപാധ്യായഗണം, ഉപാധ്യായന്മാരോട് കൂടിയിട്ട്, ആചാര്യന്മാരോടൊക്കെ കൂടിയിട്ട് നിങ്ങളെ കാത്ത് ഞാനിവിടെ ഇരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങളെ കുതിരയെ കൊണ്ടുവരുന്നത് എന്നുള്ളതും നോക്കി ഞാനിവിടെ ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കും. ഇഹസ്ഥാസ്യാമി, ഞാനിവിടെ നിന്ന് പോവില്ല, നിങ്ങൾ കുതിരയും കൊണ്ട് വന്നിട്ടേ ഞാനിവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് സത്യം ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഭദ്രം വോ യാവത് തുരകദർശനം, യാവത് തുരകദർശനം താവത് വഹ ഭദ്രം. എപ്പോഴാണോ നിങ്ങൾ കുതിരയെ കാണുന്നത് അതുവരെ സഞ്ചരിക്കുക, അത്രയും കാലം നിങ്ങൾക്ക് മംഗളങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ശുഭം ആവട്ടെ, നിങ്ങളെല്ലാവരും പോയിട്ട് കുതിരയെ കണ്ടുപിടിക്കൂ. ഈ പർവ്വത്തിൽ തന്നെ, പർവണി എന്ന് പറഞ്ഞാൽ ആ ഒരു വെളുത്ത പക്ഷം, അതിൻ്റെ ഉള്ളിൽ തന്നെ കുതിരയെ കൊണ്ടുവന്നാലേ ആ യാഗകർമ്മം തടസ്സം കൂടാതെ മുമ്പാക്കം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഉപാധ്യായന്മാർ പറഞ്ഞത് കേട്ടുല്ലോ. വേഗം തന്നെ കൊണ്ടുവന്നോളൂ, ഞാനിവിടെ കാത്തിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞയക്കുകയാണ് സഗരൻ ചെയ്യണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഹ്രിയമാണേ തുകാഗുത്സ്ഥ തസ്മിന്നശ്വേ മഹാത്മന ഉപാധ്യായഗണാ സർവേ യജമാനമഥബ്രുവൻ അയം പർവണി വേഗേന യജ്ഞീയാശോപനീയതേ ഹർത്താരം ജഹികാഗുത്സ്ഥ ഹയശ്ചൈവോപനീയതാം യജ്ഞഛിദ്രം ഭവത്യേതത് സർവേഷാമശിവായ നഃ തത്തഥാ ക്രിയതാം രാജൻ യജ്ഞോച്ഛിദ്രഃ കൃതോ ഭവേത് സോപാധ്യായവച ശ്രുത്വാ തസ്മിൻ സദസി പാർത്ഥിവ ഷഷ്ടിം പുത്രസഹസ്രാണി വാക്യമേതദുവാചഃ ഗതിം പുത്രാ ന പശ്യാമി രക്ഷസാം പുരുഷർഷഭാഃ മന്ത്രഭൂതൈർമഹാഭാഗൈരാസ്ഥിതോ ഹി മഹാക്രതു തദ്ഗച്ഛഥ വിജിന്വധ്വം പുത്രകാ ഭദ്രമസ്തു വ സമുദ്രമാലിനീം സർവാം പൃഥിവീമനുഗച്ഛത ഏകൈകം യോജനം പുത്രാ വിസ്താരമഭിഗച്ഛത യാവത്തുരഗസന്ദർശസ്താവത്ഖനതമേദിനീം തമേവ ഹയഹർത്താരം മാർഗമാണാമമാജ്ഞയാ ദീക്ഷിതഃ പൗത്രസഹിതഃ സോപാധ്യായഗണസ്ത്വഹം ഇഹ സ്ഥാസ്യാമി ഭദ്രം വോ യാവത്തുരഗദർശനം. അങ്ങനെ 60,000 മക്കളെ കുതിരയെ കണ്ടുപിടിക്കാൻ വിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട്, പ്രാർത്ഥനയോട് കൂടിയിട്ട് സഗരൻ എവിടെയാണോ യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ടത് അവിടെ തന്നെ പൗത്രനോട് കൂടിയിട്ട്, അംശുമാനോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ആചാര്യന്മാരോടൊക്കെ കൂടിയിട്ട് അവിടെ കാത്തിരുന്നു എന്ന് പറയുകയാണ് ചെയ്യണത്. ബാക്കി കഥ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.